നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയരുകയാണ്. വിനിമയ രംഗത്ത് ഡോളറിൻ്റെ വിലയും കൂടുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ രണ്ട് മാറ്റങ്ങളും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പല സെക്ടറുകളിലായിട്ടാണ് ഇതിൻ്റെ മാറ്റം ഉണ്ടാക്കുന്നത്. ചില സ്റ്റോക്കുകൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാനും ഇത് കാരണമാകുന്നു. ചില ഓഹരികൾക്കാകട്ടെ ഇത് ചെറിയ നേട്ടവുമാകുന്നു. ഈ രണ്ട് മാറ്റങ്ങളും എങ്ങനെയാണ് വിപണിയെ സ്വാധീനിക്കുന്നതെന്ന് പരിശോധിക്കാം. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് ഇന്ധനവില. പെട്രോളും ഡീസലും സർവകാല റെക്കോർഡിൽ വിൽപ്പന നടത്തുന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബാരലിന് $75 ഇന്ത്യയിലും ഇന്ധനവില ഉയർത്തുന്നത്. 3 മാസത്തിനകം 20% വർധനവാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും US-ഉം ഇറാനും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ ഇറാന് മേൽ ഉള്ള ഉപരോധം താൽക്കാലികമായിട്ട് നീക്കിയിരുന്നു. എന്നാൽ ഈ മെയ് 12 വീണ്ടും US ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടിനെ കാര്യമായിട്ട് ബാധിച്ചേക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിനൊരു ഷോർട്ടേജ് ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോഴ് ക്രൂഡ് ഓയിൽ കയറാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഒപെക് രാജ്യങ്ങളിൽ പെടാത്ത വെനിസുലയിൽ സമീപ നാളുകളിൽ വലിയ പൊളിറ്റിക്കൽ ക്രൈസിസും എക്കണോമിക് ക്രൈസിസും ഉണ്ട്. ഇത് കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആ രാജ്യത്തു നിന്നുള്ള എണ്ണ ഉൽപ്പാദനത്തിൽ പ്രതിദിനം 10 ലക്ഷം ബാരലിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പോഴ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അടുത്തൊരു ഫാക്ടർ ഉള്ളത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാന കമ്പനി അരാംകോയുടെ പബ്ലിക് ഇഷ്യൂ ഈ വർഷം അവസാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൗദി ഒഫീഷ്യൽസ് പറയുന്നത് ക്രൂഡ് ഓയിലിന് $80 മുതൽ $100 വരെ നിർത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇനിയുള്ള നാളുകളിലും ക്രൂഡ് ഓയിൽ നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ ആക്ച്വലി ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പനീസിനായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പെയിൻറ്റ് കമ്പനീസിനെ പോലെ. പെയിൻറ്റ് കമ്പനീസിൽ ആക്ച്വലി അവരുടെ കോസ്റ്റിൽ ഒരു 70% വരുന്നത് റോ മെറ്റീരിയൽ കോസ്റ്റാണ്. അതിൽ തന്നെ അറൗണ്ട് 70% ക്രൂഡ് ഓയിലിൻ്റെയാണ്, ക്രൂഡ് ഓയിൽ പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കയറുന്നത് അവർക്കത് വളരെ നെഗറ്റീവാണ്. പിന്നെ ഈ ടയർ കമ്പനീസിനെ അതുപോലെ ബാധിക്കും. കാരണം സിന്തറ്റിക് ടയറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ഇത് കയറുന്നതിനോടുകൂടി അനുബന്ധിച്ച് ഓയിൽ പ്രൈസ് കയറുന്നത്, ഗ്യാസ് പ്രൈസും കൂടെ കയറുമ്പോഴത്തേക്കും നമ്മളെ ഫെർട്ടിലൈസർ കമ്പനീസിനെ അത് ബാധിക്കും. കാരണം ഫെർട്ടിലൈസർ കമ്പനീസിന് ഇൻപുട്ടായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വരാൻ ചാൻസുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് പാസ് ഓൺ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ബാധിക്കും. പിന്നെ ബാധിക്കാൻ ചാൻസുള്ള ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വരുമ്പോഴത്തേക്ക് FMCGസിനെ നല്ലപോലെ ബാധിക്കും. പക്ഷേ FMCGs നോർമലി വരുന്ന ഒരു പ്രൊഡക്റ്റ് മേൽ വരുന്ന കോസ്റ്റ് വളരെ ചെറിയ ഇതായതുകൊണ്ട് നോർമലി അവർ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ലോജിസ്റ്റിക്സ് കമ്പനീസിന് ആയിരിക്കും ഏറ്റവും കൂടുതലൊരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ലോജിസ്റ്റിക് കമ്പനീസിനാണ്. ക്രൂഡ് ഓയിൽ വില വർധന ആദ്യമേ പ്രതിസന്ധിയിലാക്കിയത് ഇന്ത്യൻ കറൻസിയാണ്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ 68 താഴ്ന്നു. 2018 മാത്രം 4.25% ഇടിവാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായത്. 2017 6% നേട്ടമുണ്ടാക്കിയെടുത്തു നിന്നാണ് രൂപയുടെ ഈ വീഴ്ച. അമേരിക്കൻ വിപണി ആകർഷണമാകുന്നതാണ് രൂപയെ പ്രധാനമായും തളർത്തുന്നത്. അമേരിക്കയിൽ കടപ്പത്രത്തിൽ നിന്നുള്ള വരുമാനം 3% കൂടുതലാണ്. ഇതുമൂലം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നടക്കം നിക്ഷേപം പിൻവലിക്കുന്നു. ഏപ്രിലിൽ മാത്രം 8,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഡൗൺവേർഡ് ട്രെൻഡ് തുടരാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എണ്ണ വിലയിൽ വരുന്ന വർധനവാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ടോട്ടൽ ഫൈനാൻഷ്യൽ കണ്ടീഷനെ ബാധിക്കും, ഇൻഫ്ലേഷനെ ഉയർത്താനായിട്ട് കാരണമാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മാർച്ച് 31 തീർന്ന സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $158 ബില്യൺ. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് $108 ബില്യൺ ആയിരുന്നു. അപ്പോൾ അതായത് എക്സ്പോർട്ടിൽ കാര്യമായിട്ടുള്ള കുറവും ഇമ്പോർട്ടിൽ 19% വർധനവുമാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയും എണ്ണവില വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കാര്യമായിട്ട് വർദ്ധിക്കും. അത് കറൻസിയെ തീർച്ചയായിട്ടും ബാധിക്കും. പല കമ്പനീസിനും റോ മെറ്റീരിയലായിട്ട് ഇമ്പോർട്ട്സ് ഒത്തിരി ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. അപ്പം ഈവൻ ഫാർമ കമ്പനീസിന് പോലും അത് ചിലപ്പം ബാധിച്ചേക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൽ
നമ്മളുടെ ഫാർമ കമ്പനീസ് ഇപ്പം കുറച്ചുകൂടെ ഹയർ പ്രൊഡക്ട്സിലേക്ക് പോയപ്പോഴത്തേക്കും നേരത്തെ ഈ ഇൻപുട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് അതിൻ്റെ ഒരു കോസ്റ്റ്. അപ്പോൾ അതുപോലെ ഈ ഈവൻ ഫാർമയിൽ പോലും അതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടിന് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നോർമലി പല സെക്ടേഴ്സിലും ഇതുപോലെ ഇമ്പോർട്ടിന് റോ മെറ്റീരിയൽ കോസ്റ്റിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആ കോസ്റ്റ് കൂടും. 14 മാസത്തെ താഴ്ന്ന നിരക്കിലാണ് നിലവിൽ രൂപയുടെ വ്യാപാരം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഓഹരി വിപണിയും ഇതിന്റെ തിരിച്ചടി നേരിടുന്നു. ക്രൂഡ് ഓയിൽ വിലവർധന രൂപയുടെ മൂല്യം ഇടിയുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിലും പ്രമുഖ സ്ഥാപനങ്ങൾ ഡോളർ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് പ്രശ്നത്തിലിടപെട്ട് പ്രതിസന്ധി പിടിച്ചു നിർത്താൻ തയ്യാറാകണമെന്നാണ് വിവിധ മേഖലകളിൽ നിന്നുയരുന്ന ആവശ്യം. മാർക്കറ്റ് വാച്ചിൽ ഇനി ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഗൈൻ ഈ വീക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നിഫ്റ്റി അഗൈൻ 10,700 അടുത്തേക്ക് മൂവ് ചെയ്തിരുന്നു. ലാസ്റ്റ് ഒരു 3 വീക്സ് ആയിട്ട് തന്നെ മാർക്കറ്റ് ആ മൂവ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് സീസണാണ്, അതുകൊണ്ട് തന്നെ ഓരോ റിസൾട്ടിനനുസരിച്ച് പല സ്റ്റോക്കിലും മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് റിസൾട്ട് വരുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി കുറയാനും ലോസിനുള്ളൊരു പോസിബിലിറ്റി വിലയിരുത്തിയിരുന്നു. ആ രീതിയിലുള്ള റിസൾട്ട് വന്നു. അതേസമയത്ത് യെസ് ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. എന്നാൽ അൾട്രാടെക് മാർക്കറ്റ് പ്രതീക്ഷിച്ചും വളരെ മോശമായിട്ടുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഓവറോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് റിസൾട്ട്. എന്നാലും ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. നമുക്കറിയാം പബ്ലിക് സെക്ടർ ബാങ്കിനെ സംബന്ധിച്ച് അസറ്റ് ക്വാളിറ്റി മോശമാകാനുള്ളൊരു സാധ്യത അത് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസൾട്ട് മോശമായാൽ തന്നെ മാർക്കറ്റ് അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാർക്കറ്റിൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തുതന്നെയാണ് റിസൾട്ട് സീസൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് വീക്ക് വീണ്ടും അഗൈൻ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. HDFC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഹീറോ, അങ്ങനെയുള്ള HCL ടെക് പോലെയുള്ള റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു പോകുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഓരോ ഹൈ ബ്രേക്ക് ചെയ്തു പോകുന്നു. ഇതൊക്കെ തന്നെ എക്കണോമിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവാണ്. എന്നാൽ അതിനോടൊന്നും മാർക്കറ്റ് അത്രത്തോളം നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തില്ല. മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ IT സെക്ടർ ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഒന്ന് വളരെയധികം ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള ഒരു സെക്ടറായിരുന്നു. നമുക്കറിയാം ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് തന്നെ ഒട്ടും പെർഫോം ചെയ്യാത്ത ഒരു സെക്ടറായിരുന്നു. എന്നാൽ ലാസ്റ്റ് ഒരു 3 months ആയിട്ട് ഈ സെക്ടർ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല റിട്ടേൺ നൽകിയ ഒരു സെക്ടറാണ് IT. ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ബെറ്റർ റിസൾട്ട് TCSനെ സംബന്ധിച്ച് നമുക്കറിയാം വലിയൊരു ഷാർപ്പായിട്ടുള്ള റാലി ആ റിസൾട്ടിന് ശേഷം ആ സ്റ്റോക്കിൽ സംഭവിച്ചു. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതിൻ്റെ റിഫ്ലക്ഷൻ IT സെക്ടറിൽ. രണ്ടാമത് ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു പോകുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതും ഒരു കൺസേൺ തന്നെയാണ്. എന്തായാലും IT അടുത്തൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള സെക്ടർ തന്നെയാണ്. ഈ ലാസ്റ്റ് 3 years ആയിട്ടുള്ള മാർക്കറ്റ് റാലിയിൽ 2 സെക്ടറായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നത്. അതിൽ ഒന്ന് IT-യും ഫാർമയായിരുന്നു. IT-യിൽ ആ റാലി സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഫാർമ സെക്ടർ ഇപ്പോഴും വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ്. അപ്പോൾ ഈ റിസൾട്ട് കൂടി സ്റ്റഡി ചെയ്ത് ഫാർമയിൽ ഒരു സെലക്റ്റീവ് ബൈയിങ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവാണ്. അതേസമയത്ത് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. കഴിഞ്ഞ വാരത്തിലെല്ലാം ഒരു വിപണിയിൽ ഒരു തിരിച്ചുവരവ് ഒരു ഘട്ടത്തിലൊക്കെ ദൃശ്യമാകുന്നത് നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഏതൊക്കെ തരത്തിൽ വിപണി മുന്നോട്ട് പോകാനാണ് സാധ്യത? പല ഘടകങ്ങൾ, രാജ്യാന്തര ഘടകങ്ങളെല്ലാം തന്നെ വരുന്ന ആഴ്ചയും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിൽ പോലും എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം വിപണിയെ മുന്നേറ്റത്തിലേക്ക് അടുത്ത ആഴ്ച നയിക്കാൻ സാധ്യത? എങ്ങനെയാണ് അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ താങ്കൾ പൊതുവെ വിലയിരുത്തുന്നത്? നെക്സ്റ്റ് വീക്ക് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലിയൊരു റാലിക്ക് ശേഷമുള്ളൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ റിസൾട്ടുകൾ, ഓരോ ചെറിയ റിസൾട്ടുകളും വളരെ നന്നായി സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ UK-യുടെ മാനുഫാക്ചറിങ് PMI, ചൈനയുടെ മാനുഫാക്ചറിങ് PMI, ഇങ്ങനെയുള്ള ഗ്ലോബൽ ന്യൂസുകൾ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കർണാടക ഇലക്ഷനിലേക്ക് കടക്കുന്നു. ഇതും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ഇത് കർണാടക ഇലക്ഷൻ അടുത്ത് വരുന്നു. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ
പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ഇതൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം നെഗറ്റീവാണ്. രണ്ടാമത്തെ റീസൺ ഇമ്മീഡിയറ്റ് നല്ലൊരു റാലി സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനാണ് സാധ്യത വളരെ കൂടുതൽ. ടെക്നിക്കലി 10,750 700 750 എന്ന് പറയുന്നത് 700 റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. 750 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോണാണ്. അതൊരു ഓവർ സപ്ലൈ സോൺ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ രീതിയിലുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിലൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിരിക്കും മാർക്കറ്റ്. ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഭുവനേന്ദ്രൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ഒരു വ്യതിയാനം എങ്ങനെയാണ് വിപണിയെ സ്വാധീനിക്കുന്നത്? പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് ഈ സാഹചര്യത്തിൽ ഏത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത്? പ്രത്യേകിച്ചും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് നമ്മൾ പൊതുവേ നൽകാറുള്ളത്. പക്ഷേ ഷോർട്ട് ടൈം ആയിട്ടൊക്കെ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല നിക്ഷേപകരുമുണ്ട്. ഈ ചലനങ്ങൾ ഇവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇവർക്ക് ഏത് തരത്തിലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകാൻ കഴിയുക? മാർക്കറ്റ് വളരെ ടൈറ്റ് റേഞ്ചിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. അതല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിരിക്കും മാർക്കറ്റ്. മേജറായിട്ടുള്ള റൈഡിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. കഴിഞ്ഞ ബജറ്റിന് ശേഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നതിന് ശേഷം മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ ഉണ്ടായി. ആ ഒരു ബജറ്റ് മാത്രമല്ല, അതൊരു ട്രേഡ് വാർ, അതുപോലെ തന്നെ ബോണ്ട് ഡീൽഡ് കൊടുന്നു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, അങ്ങനെ ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ വന്നിരുന്നു. അതിനുശേഷം നിഫ്റ്റി 10,000 ബിലോ മൂവ് ചെയ്തിരുന്നു. 9,952 ലെവൽ വരെ കറക്റ്റ് ചെയ്തു. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു പുൾ ബാക്കാണ്. കാരണം 1 മന്ത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 8% ഗെയിൻ നിഫ്റ്റിയിൽ സംഭവിച്ചു. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ, അതിനുശേഷമുള്ളൊരു പുൾ ബാക്ക്. അപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ഓൾറെഡി മാർക്കറ്റ് നൽകി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ളൊരു മൂവ് എന്ന് പറയുന്നത് ഓൾറെഡി വന്നിരിക്കുന്ന പോസിറ്റീവ് ന്യൂസ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ് വരാനുള്ള ഒരു പ്രധാന റീസൺ. അതിൻ്റെ ഒരു റീസൺ പോലും ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴത്തോളം ഈ ഒരു റൈഡിൻ്റെ ഒരു പ്രധാന റീസൺ അതാണ്. 2 ഏർണിംഗ് ഗ്രോത്ത് ആണ്. ബാക്കി മാക്രോസ് എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിലും ക്രൂഡ് ഓയിൽ പ്രൈസ് ആണെങ്കിലും ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇങ്ങനെയുള്ള എല്ലാ മാക്രോസും നെഗറ്റീവാണ്. ഈ സമയത്താണ് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് സംഭവിച്ചത്. ആ സംഭവിച്ചതിൻ്റെ ഒരു റീസൺ പോലും ഡൊമസ്റ്റിക് ഫ്ലോ കൊണ്ട് തന്നെ FIs വീണ്ടും സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പോൾ റുപ്പി വളരെ വീക്കായി കൊണ്ടിരിക്കുന്നു, ക്രൂഡ് ഓയിൽ പ്രൈസ് പോകുന്നു, ഇങ്ങനെ ഒട്ടനവധി നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് റൈഡ് സംഭവിച്ചു, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റൈഡ് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റ് മൂവ് എന്ന് പറയുന്നത് വളരെ ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഓരോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, IT സെക്ടറിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല റൂറൽ കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ചില ബൈയിങ് ഇൻട്രസ്റ്റ് കാണാം. അപ്പം അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ബൈയിങ്, അതോടൊപ്പം തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിൽ നമുക്ക് റൈഡ് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയിൽ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കില്ല. അത് ഞാനൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. വളരെ ഡീപ്പായിട്ടുള്ളൊരു കറക്ഷൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു പുൾ ബാക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ മാർക്കറ്റ് എല്ലാം ബെറ്റർ സോണിലാണ്, മാർക്കറ്റിൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഈ ചേസ് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. അതോടൊപ്പം തന്നെ വളരെ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. വളരെ ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു മൂവിങ് റേഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10,700 750 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന, അതല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ട് സോൺ 10,380 ആണ്. ആ ഒരു ലെവൽ വരാനുള്ള സാധ്യതയല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും 10,480 to 10,500 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് സോണും ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് അല്ലെങ്കിൽ ഒരു അടുത്തൊരു ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് 10,380 to 10,400 എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് റീ എൻട്രി ചെയ്യാവുന്ന ഒരു ലെവലായിരിക്കാം. ഇപ്പോൾ ഈ ലോവർ ലെവലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഈ ഒരു പുൾ ബാക്ക് റാലിയിൽ ഡീസൻറ്റ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, ഷോർട്ട് ടൈം പ്ലേയേഴ്സിനോട് ഞാൻ പറയുന്നത്, ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലത്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ വർഷം. വോളറ്റിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കൂടാനുള്ള സാധ്യത, കാരണം അത് പൊളിറ്റിക്കൽ ന്യൂസുകൾ തന്നെയാണ്. അതുപോലെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ന്യൂസസ് വരാം. ഇങ്ങനെയുള്ള പല ന്യൂസുകളും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസുകളായിരിക്കാം മാർക്കറ്റിനെ പലപ്പോഴും റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് കർണാടക ഇലക്ഷൻ, അതിൻ്റെ റിസൾട്ട്, അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ്, അത് റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്നു, ഇങ്ങനെയുള്ള ന്യൂസുകൾ, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ഇപ്പോഴത്തെ രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഔട്ട്കം എന്താണോ
അതനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യും. ഇപ്പോഴത്തെ റീസൺ എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു റാലി മാർക്കറ്റിൽ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള പോസിബിലിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ രീതിയിൽ നല്ലത്. ഭൂനന്ദൻ, ഏറെക്കുറെ ഭേദപ്പെട്ട മൺസൂൺ ആയിരിക്കും ജൂൺ മുതൽ രാജ്യത്ത് ലഭിക്കാൻ പോവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും വന്നു തുടങ്ങി. നമുക്കറിയാം ഇന്ത്യൻ ഓഹരി വിപണിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതാണ് മൺസൂൺ. എങ്ങനെയാണ് വിപണിയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ സെക്ടറിനായിരിക്കാം ഇതിൻ്റെ ഒരു നേട്ടം ഇപ്പോഴുണ്ടാവുക? ഒരു ബെറ്റർ മൺസൂണിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ റൂറൽ കൺസംഷൻ കൂടാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, റൂറൽ കൺസംഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഫെർട്ടിലൈസർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ റൂറൽ കൺസംഷൻ കൂടുകയും റൂറൽ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ്, ഇപ്പോൾ ട്രാക്ടർ സെഗ്മെൻറ്റിൽ ടൂ വീലർ അടുത്തൊരു പോസിറ്റീവായുള്ള സെക്ടറാണ്. ടൂ വീലർ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വായ്പകൾ ഈ നമ്മളെ NBFCകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ഗോൾഡ് ലോൺ കമ്പനികളും അതുപോലെ ചെറിയ മൈക്രോ ഫൈനാൻസ് കമ്പനികളെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ പോസിറ്റീവാണ്. കാരണം നല്ല ബെറ്റർ മൺസൂൺ കിട്ടുകയാണെങ്കിൽ കർഷകർക്ക് കൂടുതൽ ലോൺ ആവശ്യമായിരിക്കും കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ചീപ്പർ ലെവലിൽ കിട്ടുന്ന ലോൺ ഏതാണോ അതിലേക്ക് അവരുടെ ഫോക്കസ് പോകാം. അതുപോലെ തന്നെ സ്പെൻഡിങ് കൂടാനുള്ള സാധ്യത റൂറൽ കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടൂ വീലേഴ്സിനും ട്രാക്ടർ ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ തന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ തന്നെ നമ്മുടെ ഫോക്കസ് പോകുന്നതെന്നായിരിക്കും. എന്തായാലും ഒരു ബെറ്റർ മൺസൂൺ കിട്ടുകയാണെങ്കിൽ അതിനോട് നേരത്തെ തന്നെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ ബെറ്റർ മൺസൂൺ വന്നു, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകാം എന്ന് തീരുമാനിക്കുന്നതിലുപരി എന്തായാലും ബെറ്റർ മൺസൂൺ വരാനുള്ള പോസിബിലിറ്റി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ FMCG കമ്പനികളിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓട്ടോമൊബൈൽ ടൂ വീലർ സെഗ്മെൻറ്റിൽ കൂടുതൽ എക്സ്പോഷറുള്ള കമ്പനികളിലേക്ക് നമ്മൾക്ക് ഫോക്കസ് പോകുന്നതെന്നായിരിക്കും. അതുപോലെ ഫെർട്ടിലൈസർ കമ്പനികൾ, NBFCs, ഈ സെക്ടറൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സെക്ടറാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെ ഒക്കെ തന്നെ റിസൾട്ട്, ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഹീറോയുടെ റിസൾട്ട് വരുന്നു. അങ്ങനെയുള്ള റിസൾട്ടുകൾ സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള മഹീന്ദ്ര ഇങ്ങനെയുള്ള ഐഷർ മോട്ടോഴ്സൊക്കെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട്, ആ റിസൾട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതോടൊപ്പം തന്നെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ച സ്റ്റോക്കിലേക്ക് നമ്മൾ ഫോക്കസ് പോകുക. ഈ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭൂനേന്ദ്രൻ, നമുക്കിനി കമ്മോഡിറ്റി മേഖലയിലേക്ക് കൂടി പോകാം. പ്രത്യേകിച്ചും സ്വർണ്ണത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും കാര്യത്തിൽ ഈ രണ്ട് കമ്മോഡിറ്റിയിൽ ഏത് തരത്തിലൊരു മാറ്റമാണ് വരുന്ന ആഴ്ച താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും ഗോൾഡ് ഒപ്പം തന്നെ ക്രൂഡ്, ഇതിൻ്റെയും വില ഉയരുന്ന ഒരു സാഹചര്യം രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു പോസിറ്റീവ് സോണിലായിരുന്നു. പ്രധാനമായിട്ടും ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ US ഇറാനെതിരെയുള്ള സാങ്ഷൻ ഇമ്പോസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ക്രൂഡ് പ്രൈസ് വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത, ഒരു ഇമ്മീഡിയറ്റ് ഷാർപ്പായുള്ള റൈഡിനുള്ള പോസിബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്നു, OPEC പ്രൊഡക്ഷൻ കട്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ന്യൂസുകൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. ഫോർ ടൈം ബീങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും നെഗറ്റീവ് സോണിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ട്രഷറി ഈൽഡ് കൂടുന്നു, US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ന്യൂസുകൾ ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോൾ 5 വീക്ക് ലോയിലാണ് ഗോൾഡ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡ് പ്രൈസ് അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ സോൾവ് ആയി വരുന്നതൊക്കെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവാണ്. അപ്പോൾ ഗോൾഡ് പ്രൈസ് അഗൈൻ ഒരു ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനും ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നത്. വളരെ നന്ദി ഭൂനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിലെ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ സമയത്ത് നിക്ഷേപിക്കാൻ അനുയോജ്യമായ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ഒപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുമാണ് നമ്മൾ ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുന്നത്. എന്താണ് ഈ രണ്ടിൻ്റെയും പ്രത്യേകതകൾ, ഏത് തരത്തിലുള്ള നിക്ഷേപമാണ് ഈ രംഗത്ത് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുന്നത്. ഈ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ലാർജ് ക്യാപ് ഫണ്ടാണ്, DSP ബ്ലാക്ക് റോക്ക് ഫോക്കസ് ഫണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്സ് പലതും വാല്യുവേഷൻ ചീപ്പായി ട്രേഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ലാർജ് ക്യാപ് ഫണ്ടിലെ നിക്ഷേപം ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടം നൽകുമെന്നതുകൊണ്ടാണ് ഇത്തരം ഫണ്ടുകൾക്ക് പ്രസക്തിയേറുന്നത്. ഫണ്ടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 9%, 5 വർഷത്തെ ശരാശരി റിട്ടേൺ 18%. ഫണ്ടിൻ്റെ നിക്ഷേപത്തിൽ 66% ബ്ലൂ ചിപ്പ് സ്റ്റോക്സിലും 27% ലാർജ് ക്യാപ് സ്റ്റോക്സിലും 7% മിഡ് ക്യാപ് സ്റ്റോക്സിലുമാണ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 40% ഫിനാൻഷ്യൽ സർവീസസിലും, 16% ഓട്ടോ സെക്ടറിലും, 12% കൺസ്ട്രക്ഷൻ സെക്ടറിലും, 9% എനർജി സെക്ടറിലുമാണ്.
ഈ ഫണ്ടിൻ്റെ ടോപ്പ് ഹോൾഡിംഗ്സ് HDFC ബാങ്ക്, മാരുതി സുസുക്കി, L&T, റിലയൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക്, ടാറ്റ സ്റ്റീൽ, കോറമണ്ടൽ ഇൻ്റർനാഷണൽ, ITC എന്നീ കമ്പനീസിലാണ്. DSP BlackRock ഫോക്കസ് ഫണ്ട് സൈസ് 2830 കോടി, NAV 22 രൂപ 70 പൈസ, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപ, മിനിമം SIP 500 രൂപ. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ സ്വകാര്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ICICI ലൊംബാർഡാണ്. മോട്ടോർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ക്രോപ്പ് ആൻഡ് വെതർ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ്, മറൈൻ ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്നീ ഏരിയാസിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ICICI ബാങ്കും ഫെയർഫാക്സ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ടൊറൻറ്റോ ആസ്ഥാനമാക്കിയ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇതിൽ 64% സ്റ്റേക്കാണ് ICICI ബാങ്കിനുള്ളത്. ഇന്ത്യൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ 57 ഇൻഷുറൻസ് കമ്പനികളാണുള്ളത്. ഇതിൽ 33 എണ്ണമാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏകദേശം 30% ആളുകളെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുത്തിട്ടുള്ളൂ. ഇന്ത്യയിലെ ഇൻഷുറൻസ് മാർക്കറ്റ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് $60 ബില്യൺ നിന്നും 4 ഇരട്ടി വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അവസരമാണ് ഇത് ICICI ലൊംബാർഡിന് തുറന്നിടുന്നത്. ഈ സെക്ടറിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളും മറ്റു പ്ലെയേഴ്സിൽ നിന്നുള്ള കോമ്പറ്റീഷനുമാണ് കമ്പനി നേരിടുന്ന ഭീഷണി. എന്നിരുന്നാലും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നോൺ ഇൻഷുറൻസ് പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപ മൂല്യമുള്ളത് ICICI ലൊംബാർഡിനാണ്. ഫിനാൻഷ്യൽ ഇയർ 2019 ടാർഗറ്റ് 1083 രൂപയാണ്. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asianetnews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.